കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 3 പേരാണ് കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചത്. ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ, വയക്കര സ്വദേശി നിതിൻ, കുറുവ സ്വദേശി കെ അനീഷ് കുമാർ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. വിശ്വാസ് കൃഷ്ണൻ, നിതിൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നും അനീഷ് കുമാറിന്റെ മൃതദേഹം നാളെയും സംസ്കരിക്കും. കണ്ണൂരിൽ നിന്നും എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുവൈറ്റിലുണ്ടായ ദാരുണമായ സംഭവത്തിൽ കണ്ണൂർ സ്വദേശികളായ 3 പേരാണ് മരിച്ചത്. വയക്കര സ്വദേശി നിതിൻ, കണ്ണൂർ ധർമ്മടം സ്വദേശിയായിട്ടുള്ള വിശ്വാസ് കൃഷ്ണൻ, അതോടൊപ്പം തന്നെ കുറുവ സ്വദേശിയായ അനീഷ് കുമാർ എന്നിവരാണ് കണ്ണൂർ സ്വദേശികൾ മരണപ്പെട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കുറുവയിലെ അനീഷ് കുമാറിൻ്റെ വീടിന് സമീപത്താണ്. ഇവിടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെയുണ്ട്. അനീഷ് കുമാറിൻ്റെ സഹോദരനുണ്ട്. എപ്പോഴാണ് നമുക്ക് ഈ വിവരം കിട്ടുന്നത്? ഇന്നലെ ഉച്ചയോടുകൂടി വിവരം കിട്ടുന്നത്. എത്ര വർഷമായി അനീഷ് കുമാർ? 17 വർഷം. എങ്ങനെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ ആലോചിക്കുന്നത്? അത് മൂത്ത ഏട്ടൻ അവിടെ കുവൈത്തിലുണ്ട്. അപ്പോൾ അവർ വൈകുന്നേരത്തോടെ വരും. അപ്പം നാളെ രാവിലെ 11 മണിയോടെ പയ്യാമ്പലത്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു നാട്ടുകാർക്കൊക്കെ വലിയൊരു ഞെട്ടാണ്. അതെ, വളരെ ഞെട്ടാണ്. കാരണം ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റിൽ പെട്ട ഒരാൾ വരുന്നത്. അവനാണെങ്കിൽ ഈ തവണ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ തിരിച്ചു പോയിട്ട്. 1 മാസത്തെ ലീവിൽ വന്നു. ഈ കഴിഞ്ഞ 16-ാം തീയതി തിരിച്ചുപോയി. 15-ാം തീയതി ആണ് പിന്നെ അവന് ഫ്ലൈറ്റായിരുന്നു. പക്ഷേ 15-ാം തീയതി അവിടെ പോയപ്പോൾ ഈ പറയുന്ന ഫ്ലൈറ്റ് ക്യാൻസലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റായിരുന്നു. അപ്പം പോകുന്നതിന് മുമ്പേ വീട്ടുകാരോടും നമ്മുടെ സുഹൃത്തുക്കളായ നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത് ഈ തവണ പോയിട്ട് ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല, നാട്ടിൽ തന്നെ കഴിയണമെന്നുള്ളൊരാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ വേഗം തന്നെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവന് തിരിച്ചു വരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. ഏറ്റവും ഈ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ വളരെ ഒരു ദുഃഖത്തിലാണ്. കാരണം അനീഷ് കുമാർ ഈ പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങി വരാൻ തീരുമാനിച്ചാണ് കഴിഞ്ഞ മാസം ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയത്. 24 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. ഏതായാലും ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ നാട് ഒന്നടങ്കം ഉള്ളത്. അതോടൊപ്പം തന്നെ പെരിങ്ങോം വയക്കര സ്വദേശിയായിട്ടുള്ള നിതിൻ 5 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. ഒരു സ്വന്തമായി വീട് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വീടിൻ്റെ തറയെല്ലാം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമാകുന്നത്. ധർമ്മടം സ്വദേശിയായ വിശ്വാസ് കൃഷ്ണ 9 മാസം മുമ്പാണ് ഈ കമ്പനിയിൽ ജോലിക്ക് ചേർന്നത്. അവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ വെച്ച് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് വീടുകളിൽ എത്തിക്കാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിശ്വാസ് കൃഷ്ണൻ്റെയും നിതിൻ്റെയും മൃതദേഹങ്ങൾ ഇന്ന് തന്നെ സംസ്കരിക്കും എന്നാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. അനീഷ് കുമാറിൻ്റെ മൃതദേഹം നാളെയായിരിക്കും സംസ്കരിക്കുന്നത്.